ഏറ്റവും മാരകവും ഭയാനകവുമായ പകർച്ചവ്യാധികളിലൊന്നാണ് എബോള. വവ്വാലുകളിൽ നിന്ന് പകരുന്ന വൈറസുകൾ മൂലമുണ്ടാകുന്ന ഒരു ഹെമറാജിക് പനിയാണിത്. രോഗബാധിതരായ മൃഗങ്ങളുമായോ അവയുടെ ശരീരസ്രവങ്ങളുമായോ ഉള്ള സമ്പർക്കത്തിലൂടെ രോഗം പകരും. രോഗബാധിതരിൽ നിന്നും പകരാറുമുണ്ട്. എന്നാൽ കോവിഡ് പോലെ വായുവിലൂടെ പടരുന്ന രോഗമല്ല. കടുത്ത പനി, ക്ഷീണം, ശാരീരിക അസ്വസ്ഥതകൾ, പേശിവേദന, തലവേദന, തൊണ്ടവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് രോഗികളിൽ ഛർദി, വയറിളക്കം, വയറുവേദന, ചർമ്മത്തിൽ തിണർപ്പുകൾ, വൃക്ക, കരൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവാനും സാധ്യതയുണ്ട്. വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും രക്തം, ഛർദി തുടങ്ങിയ ശരീരസ്രവങ്ങളിലൂടെയും മലിനമായ വസ്ത്രങ്ങൾ, കിടക്ക എന്നിവയിലൂടെയും രോഗം പകരാം. രോഗബാധ ഗുരുതരമാകുമ്പോൾ ആന്തരിക അവയവങ്ങളിൽ നിന്നും രക്തസ്രാവമുണ്ടാകും. ഛർദിയിലോ മലത്തിലോ രക്തം കാണപ്പെടുക, മൂക്ക്, പല്ലുകൾക്കിടയിലെ കോശങ്ങൾ, യോനി എന്നിവയിലൂടെ രക്തം വരിക എന്നിവയും ലക്ഷണങ്ങളാണ്. ആന്തരിക അവയവങ്ങളെയും രക്തക്കുഴലുകളെയും പൂർണ്ണമായും തകർക്കും. ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായി മരണം സംഭവിക്കുകയും ചെയ്യും. രോഗബാധിതരുടെ രക്തം, വിയർപ്പ്, ഉമിനീര് എന്നിവയിലൂടെ മറ്റുള്ളവരിലേക്ക് പകരും. രോഗം ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് പോലും വൈറസ് പടരാൻ സാധ്യതയുണ്ട്. എബോള രോഗബാധയിൽ നിന്ന് മുക്തി നേടുന്ന ആളുകളിൽ പിന്നീട് ദീർഘകാലത്തേക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടരാറുണ്ട്. വിട്ടുമാറാത്ത ക്ഷീണം, തലവേദന, പേശികളിലും സന്ധികളിലും ഉണ്ടാകുന്ന വേദന, കാഴ്ചമങ്ങൽ, കണ്ണുവേദന, വെളിച്ചം നോക്കാനുള്ള ബുദ്ധിമുട്ട്, വയറുവേദന, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം ഉണ്ടായേക്കാം. ആഫ്രിക്കയിലെ കോങ്കോയിലും യുഗാണ്ടയിലും പടർന്നു പിടിക്കുന്ന എബോള വ്യാപനം രാജ്യാന്തര തലത്തിലെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2018 മുതൽ 2020 കാലത്ത് കോങ്കോയിലുണ്ടായ എബോള രോഗത്തിൽ 1000-ലധികം പേരാണ് മരിച്ചത്. രോഗം സ്ഥിരീകരിച്ചാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത 50 മുതൽ 90% വരെയാണ്. അതിനാൽ തന്നെ രോഗത്തിന്റെ ഭീകരത വളരെ വലുതാണ്. രോഗം ബാധിക്കുന്ന 10-ൽ 9 പേർക്കും മരണം സംഭവിക്കും. നിലവിൽ ഈ രോഗത്തിന് കൃത്യമായ പ്രതിരോധ മരുന്നുകളോ ചികിത്സയോ ഇല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.